Good morning. Today going to talk about marketing management. Unit 3 e-marketing. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ-മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇ-മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നമ്മൾ നോട്ട് ബേസ്ഡ് ആയിട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും ഇതിലുള്ള നോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്ട്രാ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് നന്നായിരിക്കും. ഫസ്റ്റ് പറയുന്നത് ഇ-മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ആണ്. നമ്മൾ വളരെ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഇ-മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പൽ ടെക്നിക്സ് ഇൻ ഇലക്ട്രോണിക് മീഡിയ, അതാണ് ഇ-മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ-മാർക്കറ്റിംഗ് ഉണ്ട്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിംഗ്, കണ്ടൻറ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ വെബ്സൈറ്റൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് ഏറ്റവും മുകളിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ് ഈ സെർച്ച് എഞ്ചിൻ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അത് നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിൽ യൂട്ടിലൈസ് ഇംപ്രൂവ് ദ മാർക്കറ്റ് വിസിബിലിറ്റി എക്സ്പോസ് ദ ബ്രാൻഡോ നമ്മുടെ കമ്പനിയോ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഗൂഗിളിലല്ല അതുപോലെയുള്ള സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. ആ സെർച്ച് എഞ്ചിൻസ് നമ്മളിപ്പോൾ റെലവൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അതല്ലാതെയും കുറേ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസ് ഉണ്ട്, SERP എന്ന് പറയും, സെർപ്പ് എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പറയുക കൊറി എന്നാണ് പറയുക. ആ ക്വസ്റ്റ്യൻ നമ്മുടേതായിട്ടുള്ള നീഡായിട്ടുള്ള ഒരു ആവശ്യം ഇൻഫോർമേഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏത് വെബ്സൈറ്റാണോ മുന്നിൽ നിൽക്കുന്നത് അതൊക്കെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. നമ്മുടെ വെബ്സൈറ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ് ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഈ ഒപ്റ്റിമൈസേഷനാണ് ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ കാണുന്ന സൈറ്റ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ കൊറി നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഫസ്റ്റിൽ കാണുന്നതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ ഫസ്റ്റ് വന്ന് നിൽക്കുക. അതിനുവേണ്ടി നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ചെയ്യും, ബിഡ് പ്ലേസ്മെൻറ്റ് ചെയ്യും, പേപ്പർ ക്ലിപ്പ് ചെയ്യും, കോൺസ്റ്റക്ച്വൽ അഡ്വർടൈസിങ് ചെയ്യും, പെയ്ഡ് ഇൻക്ലൂഷൻ, ജിയോ മാപ്പിംഗ് ഒക്കെ ചെയ്യും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മുടെ വെബ്സൈറ്റ് ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുക. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കണം ഏറ്റവും മുകളിൽ. അതിന് നമ്മൾ ചെയ്യുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ റെഫേഴ്സ് ടു മെത്തേഡ് യൂസ് ടു ഇൻക്രീസ് ട്രാഫിക് ടു വെബ്സൈറ്റ് ഇൻക്രീസ്. അതായത് ട്രാഫിക് എന്ന് പറയുന്നത് വിസിറ്റേഴ്സാണ്. നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ അറ്റ് എ ടൈം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻക്രീസ് ട്രാഫിക് എന്ന് പറയുക, വിസിറ്റേഴ്സ് കൂടുമ്പോൾ. അപ്പോൾ ആ വിസിറ്റേഴ്സ് കൂടുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അവർ ശ്രദ്ധിക്കാനും അതിലുള്ള ഡീറ്റെയിൽസ് എടുക്കാനും വേണ്ടിയിട്ട് ക്വാളിറ്റി ഓഫ് ദ കണ്ടൻറ്റ്, നമ്മുടെ കണ്ടൻറ്റ് ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ റെലവൻറ്റ് കീവേഡ്സ്, നമ്മൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ റെലവൻ്റ് ആയിട്ട് കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്താലാണ് ഗൂഗിൾ ആ വെബ്സൈറ്റിനെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതാണ് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ നോട്ട് ഓറിയൻറ്റഡും എക്സാം ഓറിയൻറ്റഡുമായിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അതിനെ നോക്കാം. നമുക്കിപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടേമാണ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ്. അതായത് നമ്മൾ ഒരു സെർച്ച് വെബ്സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട്, ഗൂഗിളിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അതായത് നമ്മൾ കുറേ വെബ്സൈറ്റുകൾ കാണും, അതിൽ ചിലത് മാത്രമാണ് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുള്ളൂ. ആ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രം. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നവർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതിന് എന്തെങ്കിലും മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അത് നമ്മൾ സാധാരണ ഇൻഫോർമേഷൻ അല്ല, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കും അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കത് വാങ്ങാൻ സാധ്യതയില്ല. അതായത് പിന്നെ അവിടേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആവശ്യമായ അട്രാക്റ്റീവായിട്ടുള്ള ടേംസ്, കണ്ടൻറ്റ്, അതിൻ്റെ ക്വാളിറ്റീസ് അതൊക്കെ നമ്മൾ അതിനോട് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് കണ്ടിട്ടാണ് ആ പ്രൊഡക്റ്റ് പിന്നെ. അപ്പോൾ നമ്മുടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളതിന് പേയ്മെൻറ്റ് കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് ആണ് നമ്മളതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പെയ്ഡ് ഇൻക്ലൂഷൻ, പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അതൊക്കെ ഗൂഗിളിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, നമ്മുടെ ഇതിലുള്ള കോണ്ടൻറ്റുകൾ കൂടുതലാവുമ്പോൾ
അതായത് നല്ല നല്ല കോണ്ടൻറ്റുകൾ അവർ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ കസ്റ്റമേഴ്സ് നമ്മുടെ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ ആ കോണ്ടൻറ്റ് തയ്യാറാക്കുക. ഇതൊക്കെ നമ്മൾ IT ഫീൽഡിൽ ചെയ്യുന്ന വർക്കുകളാണ്. ദെൻ ഷെയറിങ് ദ എഡ്യൂക്കേഷൻ, എൻ്റർടൈനിങ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ ഇൻഫോർമേഷൻസ് അത് ഇമ്പ്രൂവ് ചെയ്യുക. ആ ട്രാഫിക്കിനെ നമ്മുടെ അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ കോണ്ടൻറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. അട്രാക്ട് അറ്റൻഷൻ ആൻഡ് ജനറേറ്റ് ലീഡ്സ്, എക്സ്പാൻഡ് ദെയർ കസ്റ്റമർ ബേസ്, നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയും ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ജനറേറ്റ് ഓർ ഇൻക്രീസ് ഓൺലൈൻ സെയിൽസ്, അത് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിൽ അതൊക്കെ നമുക്ക് ഈ കോണ്ടൻറ്റിലാണ് എടുക്കുന്നത്. ഇൻക്രീസ് ബ്രാൻഡ് അവെയർനെസ്, എൻഗേജ് ഇൻ ഓൺലൈൻ കമ്മ്യൂണിറ്റി യൂസേഴ്സ്, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ മറ്റുള്ള ചാനൽസും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതാണ്, പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതാണ്. എസ്റ്റാബ്ലിഷ് സോഷ്യൽ മീഡിയ പ്രസൻസ് ഓൺ മേജർ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ളതൊക്കെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. ക്രിയേറ്റിംഗ് ഷെയറബിൾ കണ്ടൻറ് ആൻഡ് അഡ്വർടൈസറിൽ, ദെൻ കൾട്ടിവേറ്റിംഗ് കസ്റ്റമർ ഫീഡ്ബാക്ക്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് ആണ്. ദെൻ ബിലീവ് വെരി ഇഫക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ബ്രാൻഡ് അവെയർനെസ്സിന് വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ളതും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടുള്ള കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അട്രാക്റ്റഡ് ആയിട്ട് ആ ഓഡിയൻസ് അട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടാകുന്നു. ഇനി നെക്സ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പെർഫോമൻസ് ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ്. ബിസിനസ് റിവാർഡ്സ് ഫോർ അഫിലിയേറ്റ് ഓഫ് ഈച്ച് വിസിറ്റർ, അതായത് അവർ അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടിനെ നോക്കിയാൽ മതി. ഫ്ലിപ്കാർട്ട് ഒരു മാർക്കറ്ററല്ല, ഒരു മാർക്കറ്ററാണ്, പക്ഷേ അവരൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ മാത്രമാണ് ഫ്ലിപ്കാർട്ടിലും മീഷോ അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ആ ചെയ്യുന്ന അപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ആ കമ്പനി ഫ്ലിപ്കാർട്ടിന് ഒരു കമ്മീഷൻ കൊടുക്കും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റ്. ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ട് മാത്രമല്ല, ഫ്ലിപ്കാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കും ഇതുപോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതുപോലെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അതിൻ്റെ കോണ്ടൻറ്റ് തയ്യാറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മർച്ചൻറ്റ്, അതായത് ഒരു ബ്രാൻഡ് കമ്പനി ഉണ്ടാവണം, ഒരു നെറ്റ്വർക്ക്, നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നുള്ള നെറ്റ്വർക്ക്, ഒരു പബ്ലിഷർ, അത് പബ്ലിഷ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കണം, കസ്റ്റമർ, നമ്മൾ വാങ്ങുന്ന ഒരു കസ്റ്റമർ. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടാണ് നമ്മൾ പബ്ലിഷർ എന്നുള്ളതൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടാതെ അത് നമ്മൾ ഓൺലൈൻ കമ്പനികൾ ചെയ്യുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടും ഇതുപോലെ പ്രൊഡക്റ്റ് പ്രൊമോഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ലിങ്കുകളൊക്കെ കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് അവർ ലിങ്ക് കൊടുക്കുന്നതൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആണ്. അവർക്കൊരു കമ്മീഷൻ അവർക്ക് കിട്ടും. അപ്പോൾ അത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ വൈഡ് സ്കെയിലാണ് ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ വരുന്നത്. അതിൻ്റെ ചെറിയ തോതിൽ നമുക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അഫിലിയേറ്റ് ചെയ്യാൻ നമ്മുടെ ആ പ്രൊഡക്റ്റിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒന്നും കൂടി പ്രൊമോഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ അവർ പബ്ലിഷ് ചെയ്തിട്ട് അവർ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവർക്കൊരു കമ്മീഷൻ ഇവർക്ക് കിട്ടും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സാണ് ഇവർ. നമ്മൾ ആമസോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി ലാർജ് സ്കെയിലാണ്. ഇവർ ചെറിയ ചെറിയ സ്റ്റേജിൽ വരുമ്പോൾ ഈ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിലിലൂടെ നമ്മൾ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ടാർഗറ്റ് കൺസ്യൂമേഴ്സിനെ ഇമെയിലിലൂടെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് റെഗുലർ ആയിട്ട് നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, ഇമെയിലുകൾ അയച്ചുകൊണ്ടിരിക്കും. അതായത് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ, അതായത് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവരുടെ പ്രൊഡക്റ്റിൽ അപ്ഡേഷൻസ്, പുതിയ മോഡൽ ഉണ്ടാക്കിയത്, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ റെഗുലറായിട്ട് അവരെ ഇൻഫോം ചെയ്തിരിക്കും. സ്റ്റാൻഡ് അലോൺ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ലീഡ് നർച്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പും ബിൽഡ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതാണ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മെസ്സേജ് പോകും. മൈൽ സ്റ്റോൺ ഇമെയിൽ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ നടക്കുമ്പോൾ മാത്രം ചെയ്യുന്നത്. പ്ലെയിൻ ടെക്സ്റ്റ് മെയിൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് അയക്കുന്നത് എല്ലാവർക്കും. മൊബൈൽ ഒപ്റ്റിമൈസേഷൻ, ഈസി റീഡബിൾ ആൻഡ് ഇൻട്രാക്റ്റീവ് മൊബൈൽ ഡിവൈസസ്, അതായത് നമുക്ക് പെട്ടെന്ന് റീഡബിൾ ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ഇമെയിലിലൂടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണ്. അത് രണ്ട് തരത്തിലുള്ള ബിസിനസ് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ഒന്ന് നമ്മുടെ റെഗുലറായിട്ടുള്ള സാധാരണ നോർമൽ ബിസിനസ് ഉണ്ടായിരിക്കും. പിന്നെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന
കമ്പനികളായിരിക്കും. അതായത് ചെറിയ തോതിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ആ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ മെയിൽ അയക്കുന്നതാണ് ഇതിൽ വരുന്ന പല ടൈപ്പ് ഓഫ്. ഇനി മോഡൽസ് ഓഫ് ഇ ബിസിനസ് B2B, B2C. അതായത് എന്ത് ചെയ്യാണ്, ഈ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അതുപോലെ തന്നെ മീഷോ അങ്ങനെയുള്ളതൊക്കെയാണ് B2B, ബിസിനസ് ടു കൺസ്യൂമർ, നേരിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക. റെഫേഴ്സ് ടു എക്സ്ചേഞ്ച് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. B2B എന്ന് പറയുന്നത് മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എത്തിക്കുക. പർച്ചേസിങ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ്, സാധനങ്ങൾ വാങ്ങിയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എത്തിക്കുക. സപ്ലൈ ചെയ്യുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഒക്കെയാണ് B2B എന്ന് പറയുന്നത്. അതായത് ഹോൾസെയിലേഴ്സിൽ നിന്ന് മാനുഫാക്ചേഴ്സും ഹോൾസെയിലേഴ്സും തമ്മിലുള്ള ബിസിനസ്സാണ് B2B. അവർ കൺസ്യൂമേഴ്സിനല്ല കൊടുക്കുക. ഇനി കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ബിസിനസ്സിനെ അതായത് നമ്മുടേതായിട്ടുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കും, ഇങ്ങനെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് വേണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബിസിനസ് നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് റിവ്യൂസൊക്കെ തരും. അപ്പോൾ അവർ സെലക്ട് ചെയ്ത് തരും, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന കൺസ്യൂമർ ടു കൺസ്യൂമർ ബിസിനസ്. OLXലൊക്കെ നമ്മുടെ ഉള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻസ്, ഫോറംസ് എന്നൊക്കെ പറയുന്നത് അതിൽ നമ്മൾ കൊടുക്കുകയാണ്, ഇത്ര ഒരു റേറ്റിന് ഈ സാധനം സെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിന് നമ്മൾ വേറൊരു കസ്റ്റമറാണ് അതിൻ്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്. അതാണ് C2C കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ റിവ്യൂസൊക്കെ അയക്കുന്നതാണ്. കൺസ്യൂമർ ബിസിനസ്സിന് റിവ്യൂസും കാര്യങ്ങളൊക്കെ അയക്കുന്നതാണ്. ബ്ലോഗിൽ, ഇൻ്റർനെറ്റ് ഫോറത്തിൽ കൊണ്ട് നമ്മളുടെ ബ്ലോഗുകളിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, അതിലൊക്കെ ചെയ്യുന്നതാണ്, കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നതാണ് C2B ബിസിനസ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ സെയിലബിൾ ഓപ്പർച്യൂണിറ്റിയാണ്, ലെസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്, നമുക്ക് എക്സ്പെൻസ് കുറവാണ്, നാരോ മാർക്കറ്റിൽ വരും, ജോഗ്രഫിക്കൽ ഏരിയാസിൽ പോലും എത്താനായിട്ട് പറ്റുന്നു. നമുക്ക് ഏത് ഉള്ളിലാണെങ്കിലും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് കസ്റ്റമേഴ്സ് എത്തും. ആക്സസ് ടു ഗ്ലോബൽ മാർക്കറ്റ് ലൈസൻസ്, സ്പീഡിയാണ്, ആക്യുറേറ്റ് ഇൻഫർമേഷനാണ്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. കസ്റ്റമൈസർ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റി അതെടുക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളത്. 24 hours വർക്കിംഗ് ആണ്, നോ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഇല്ല. പിന്നെ വരുന്നത് സൊസൈറ്റിക്കുള്ളത്, ഇൻഡിവിജ്വൽ ക്യാൻ വർക്ക് ഫ്രം ഹോം ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വേൾഡ് കൺട്രീസ് ആണ്, വേറൊരു ഇൻഫോർമേഷനാണ്, എനി അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലെസ് റീച്ച്, ചില കസ്റ്റമേഴ്സൊന്നും ഇപ്പോഴും ആ ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. സിസ്റ്റം സെക്യൂരിറ്റി ഒരു പ്രോബ്ലമാണ്. ഡിഫറൻസ് മാക്രോ എൻവയോൺമെൻറ്റ്, ചെറിയൊരു ഏരിയ മാത്രമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് സെക്യൂരിറ്റി ട്രാൻസാക്ഷനിൽ ഫിഷിങ്, സ്വാമ്, സ്പൈയിങ്, ഫ്രോഡൊക്കെ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രോഡുലാൻഡ് ആയിട്ടുള്ള ഇമെയിൽസ് ഒക്കെ വരിക. അതുപോലെ തന്നെ സ്വാം എന്ന് പറഞ്ഞാൽ മാൽവെയേഴ്സ്, സോഫ്റ്റ്വെയർസ് ഒക്കെയാണ്, തെറ്റായ സോഫ്റ്റ്വെയർസ് ഒക്കെ അറിയാം. സ്പൈയിങ് എന്ന് പറഞ്ഞാൽ സീക്രറ്റ്ലി ഗ്യാദർ ഇൻഫോർമേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്താനൊക്കെ ആയിട്ട് കുറച്ച് ഭയം ഉണ്ടായിരിക്കും. ലാക്ക് ഓഫ് ട്രസ്റ്റ്, കമ്പനി ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ അത്ര ടെസ്റ്റ് കുറവാണ്. ഷുഡ് ബി ഫെമിലിയർ വിത്ത് കമ്പ്യൂട്ടറായിട്ട് നല്ല പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഫീൽ ടു ട്രൈ പ്രൊഡക്റ്റ്, നമുക്കത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. പിന്നെ ലെസ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ല. റിലയൻസ് ടെക്നോളജീനെ നമുക്ക് ഒരുപാട് ആശ്രയിക്കാനായിട്ട് പറ്റില്ല. ന്യൂ സ്കിൽസൊക്കെ പെട്ടെന്ന് അതിന് മാറ്റങ്ങൾ വരും, അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഹെൽത്ത് കൺസേൺ, ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. റെഗുലേറ്ററി ഫ്രെയിംവർക്കൊന്നും ഇപ്പോൾ നിലവിൽ ഇല്ല. അതൊക്കെയാണ് അതിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.